പ്രതീക്ഷയും അതിലേറെ ആശങ്കയുമുള്ള നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ കണ്ണുകളും ഈ ഗംഗാവലി പുഴയിലാണ്. ഗംഗാവലി പുഴയുടെ മറുകരയിലാണ് ദുരന്തഭൂമി. അർജുൻ്റെ കുടുംബം പറഞ്ഞത് ഈ ഹിറ്റാച്ചികൾ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇട്ടിരിക്കുന്ന ഈ പ്രദേശത്താണ് അർജുൻ്റെ ലോറിയുടെ സിഗ്നൽ അവസാനമായി ലഭിച്ചതെന്നാണ് അർജുൻ്റെ ബന്ധുക്കൾ പറഞ്ഞത്. അങ്ങനെ അതനുസരിച്ച് ഈ മേഖലയിലെല്ലാം തന്നെ തിരച്ചിൽ നടത്തി. പക്ഷേ ഫലം നിരാശയായിരുന്നു. അതിനുശേഷമാണ് ഈ പുഴയിലെ മൺതിട്ട കേന്ദ്രീകരിച്ച് മൺതിട്ടയോട് ചേർന്നുള്ള സ്ഥലത്ത് ഒരു സിഗ്നൽ, അനുകൂലമായ ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. ആ മേഖല കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്താനുള്ള തീരുമാനത്തിലേക്ക് അങ്ങനെയാണ് എത്തുന്നത്. ഏകദേശം 40 മീറ്റർ ഈ മൺതിട്ട പുഴ കരയിൽ നിന്ന് ഏകദേശം 40 മീറ്റർ ദൂരത്തിലാണ് ഈ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. അത് ഈ മൺതിട്ട തന്നെ ആകണമെന്ന് കൃത്യമായില്ല. ഈ മൺതിട്ടയോട് ചേർന്നുള്ള ഈ സ്ഥലത്ത് കരയിൽ നിന്നുള്ള 40 മീറ്റർ ദൂരത്തിൽ എവിടെ വേണമെങ്കിലും ആകാം ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. ആ സ്ഥലത്ത് കൃത്യമായ പരിശോധന നടത്താൻ തന്നെയാണ് തീരുമാനം. ഈ പുഴയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 150 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ളതാണ് ഈ ഗംഗാവലി പുഴ. 150 കിലോമീറ്റർ 900 മീറ്റർ ഉയരത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇത് കടലിനോട് ചേരുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വീതി എന്ന് പറയുന്നത് ഏകദേശം 200 മീറ്ററിലധികമാണ്. ഈ ദുരന്തം നടന്ന സ്ഥലത്തുള്ള വീതി എന്ന് പറയുന്നത് 200 മീറ്ററാണ്. ആഴം എന്ന് പറയുന്നത് 40 അടിയോളം ആഴവുമുണ്ട്. 40 അടി ഇതിൻ്റെ ആഴവുമുണ്ട്. ഈ പ്രദേശത്ത് മാത്രം 40 അടിയിലേറെ താഴ്ചയുണ്ട്. അവിടേക്ക് ഈ മൺകൂന ഇങ്ങനെ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ, ഇത്രയും വലിയൊരു മൺകൂന സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ഈ ഉണ്ടായിരിക്കുന്ന ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് ഈ മൺകൂനയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും. ഈ പുഴയിൽ തെരച്ചിൽ നടത്തുന്നതിന് സമാനമായി തന്നെ ഈ ഭാഗത്ത് ഈ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന ഈ തിട്ട പോലെ കാണുന്ന ഈ പ്രദേശത്ത് കൂടി തെരച്ചിൽ നടത്തണമെന്നാണ് ഇപ്പോൾ നസ്രയിലെ അംഗങ്ങൾ കൂടി പറയുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് ഇവിടെയായിരുന്നു ലക്ഷ്മണൻ്റെ ചായക്കട ഉണ്ടായിരുന്നത്. ആ ലക്ഷ്മണൻ്റെ ചായക്കട ഈ പുഴയിലേക്ക് വീണു. അതിന് പുറമെ ഇവിടെ മൊത്തം മണ്ണ് മൂടിയ ഒരു സാഹചര്യമായിരുന്നു. ആ മല ഒന്നാകെ ഇടിഞ്ഞു വീഴുന്നത് കൊണ്ട് തന്നെ ഈ മണ്ണ് എങ്ങോട്ടേക്ക് നീക്കുമെന്ന കാര്യത്തിൽ അവർക്ക് ആദ്യം, കർണാടകയുടെ രക്ഷാപ്രവർത്തകർക്ക് ആദ്യം ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അവർ ഒരു ഭൂരിഭാഗം മണ്ണും ഈ പുഴയോട് ചേർന്നുള്ള പ്രദേശത്ത് ഇവിടെ കൊണ്ട് ഡംപ് ചെയ്തിരിക്കുന്ന കാണാം. ഇങ്ങനെ കൊണ്ട് തട്ടിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു അപകടം ഉണ്ടായപ്പോൾ അർജുൻ്റെ ലോറിയും ഈ പ്രദേശത്തേക്ക് പെട്ടുപോയിട്ടുണ്ടോ എന്നതാണ് സംശയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തും തെരച്ചിൽ നടത്തണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ച് ചെറിയ വെല്ലുവിളിയല്ല, കുത്തിയൊലിക്കുകയാണ് ഗംഗാവലി പുഴ. അതിൻ്റെ എല്ലാ രൗദ്രഭാവവും ആവാഹിച്ചുകൊണ്ട് ഒഴുകുകയാണ്. ഈ മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് കനത്ത മഴയുണ്ട്, കാറ്റുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച് വേണം ഈ പ്രദേശത്ത്, ഈ മൺതിട്ട കാണുന്ന പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തേണ്ടത്. ഇത് മറ്റേ വലിയ വാഹനങ്ങൾ ഉപയോഗിച്ച്, മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇവിടെ എന്തെങ്കിലും തിരച്ചിൽ നടത്താൻ കഴിയുമോ എന്ന് തന്നെ സംശയമാണ്. മറ്റു മാർഗങ്ങൾ, ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ മാത്രമേ ഇവിടെ നിന്ന് ഈ തെരച്ചിൽ നടത്താൻ കഴിയുകയുള്ളൂ.